പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. യേശുവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ 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 അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ 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 അളവില്ലാതെന്നിൽ നിറയണമേ. യേശുവേ, അളവില്ലാതെന്നിൽ നിറയണമേ. അപ്പായേ, അളവില്ലാതെന്നിൽ നിറയണമേ. ആത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. നാം യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചപ്പോൾ ഞാനും നിങ്ങളും ഒരു മതം മാറുന്നില്ല. മതം മാറി ഒരു പുതിയ മതത്തിൽ പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്. നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ, സർവവ്യാപിയായ ദൈവത്തിൻ്റെ, സർവജ്ഞാനിയും നിത്യനുമായ ദൈവത്തിൻ്റെ മക്കളായി ഞാനും നിങ്ങളും മാറുകയാണ്. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയണം: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാവരും ദൈവമക്കളായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായെന്നതിൻ്റെ അർത്ഥം. ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ വളർച്ചയായ ആളെന്നല്ല എൻ്റെ അർത്ഥം. യേശുവിനെ സ്വീകരിച്ച മുഴുവൻ ആളുകൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയാണ്. പക്ഷെ എപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ
നമ്മൾ തുടർന്ന് ജീവിക്കുമ്പോൾ വളരുകയാണ്. ആത്മാവ് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നമ്മൾ വളരുകയാണ്. ദൈവവചനം അനുസരിക്കുന്നതിലൂടെ ഒരു വിശ്വാസി വളരുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെ വളരുന്ന ആളുകൾ, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ വളർച്ചയുടെ ലക്ഷണം എന്താണ്? അവരെ ദൈവാത്മാവ് നടത്താൻ തുടങ്ങും. ദൈവാത്മാവ് നടത്തുന്ന ഏവരുമാണ് ദൈവത്തിൻ്റെ മക്കൾ, വളർച്ചയായ മക്കൾ. അതാണ് റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്ന ഏവരും, ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറും. ദൈവാത്മാവിൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിനെ കുറിച്ച് 16-ാമത്തെ വാക്യം മുതൽ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ മക്കളായി. ദൈവാത്മാവിനെ ഗൈഡ് ചെയ്യുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അതെങ്ങനെയാണ് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് പറയണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജഡ അഭിലാഷം ആത്മാവിനും, ആത്മാവിൻ്റെ അഭിലാഷം, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ജഡത്തിൻ്റെ നമ്മുടെ അഭിലാഷവും ആത്മാവിൻ്റെ അഭിലാഷവും വിരോധമായിരിക്കുന്നു, പരസ്പരം വിരോധമായിരിക്കും. നിവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകരുത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം ആത്മാവാണ്. അതുകൊണ്ടാണ് ദൈവാത്മാവിനാൽ നമ്മൾ ഗൈഡ് ചെയ്താലേ ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ മക്കൾ എന്ന് വേണേൽ പറയാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഗൈഡ് ചെയ്യുന്ന ഒരാൾ ദൈവത്തിൻ്റെ മക്കളാകും. നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും, ദൈവം ആരാണ്? ആത്മാവാണ്. അപ്പോൾ നമുക്കെന്തുണ്ട്? ആത്മാവുണ്ട്, നമുക്കൊരു മനസ്സുണ്ട്, നമുക്കൊരു ശരീരമുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ്, പരിശുദ്ധാത്മാവ് തരുന്ന നിർദ്ദേശം അനുസരിച്ച് ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും. ഇവിടെ പറയാണ് ജഡത്തിൻ്റെ അഭിലാഷം, നമ്മുടെ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിനും, ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. രണ്ടും പരസ്പര വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണവ തമ്മിൽ പ്രതികൂലമാണല്ലോ. എന്നിട്ട് പറയണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങളിനിയും ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ അത് കഴിഞ്ഞ് നടത്തിക്കോളും. ന്യായപ്രമാണം അനുസരിച്ച് നടക്കേണ്ട കാര്യം വരുന്നില്ല. പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കും. പറയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്? ദുർനടപ്പ്, 1, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും മുൻപ് കൂട്ടി പറയുന്നു. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ എന്താണ്? ആത്മാവിൻ്റെ ഫലമുള്ളവരാണ്. അവിടെ പറയണം, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണം എന്ന് വെച്ചാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലമാണ് നമ്മളിൽ വരുന്നത്. അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മളിൽ വരുന്നത് സ്നേഹം വരും, സന്തോഷം വരും, സമാധാനം വരും, ദീർഘക്ഷമ വരും, ദയ വരും, പരോപകാരം വരും, വിശ്വസ്തത വരും, സൗമ്യത വരും, ഇന്ദ്രിയജയം വരും. യെസ്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. യെസ്, ദൈവമക്കൾ എന്ന് പറയുമ്പോൾ യേശുവിനെ കൈക്കൊള്ളും മക്കളായി. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ്
യഥാർത്ഥമായി നമ്മൾ വളർച്ചയിലേക്ക് വരുന്നു. അങ്ങനെ സ്നേഹിക്കാൻ, ആത്മാവിൻ്റെ ഫലമുള്ളവരായി വളർച്ച പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഇന്ന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതിൽ പദവിയിലേക്ക് പ്രവേശിച്ച് യേശുവിനെ സ്വീകരിച്ച് ഞങ്ങൾ ദൈവമക്കളായപ്പോൾ തന്നെ ആത്മാവിനെ അനുസരിച്ച് നല്ല പക്വതയുള്ള മക്കളായി, ദൈവമക്കളായി ജീവിക്കാൻ, ജഡത്തിൻ്റെ മോഹങ്ങളോട് എതിർത്ത് നിൽക്കാൻ, ആത്മാവിൻ്റെ അഭിലാഷത്തിനനുസരിച്ച് ജീവിക്കാൻ, ഞങ്ങളുടെ അകത്തുള്ള ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മൈഗ്രെയിൻ രോഗത്താൽ ഭാരപ്പെടുന്ന ചിലർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. വിട്ടുതലാവട്ടെ, ആ രോഗാത്മാവ് വരെ വിട്ടുപോകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ.